ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൾപ്പും പിന്നെ ചെറിയൊരു നാരൊക്കെ ഉണ്ടാവും, ഒരു ചെറിയൊരു കവറിങ്, ഒരു സ്കിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, നമുക്ക് ജ്യൂസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പുറത്തുള്ള ഒരു കട്ടിയുള്ള ഒരു തൊലി ഉണ്ടല്ലോ, നല്ലൊരു സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു തൊലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെ ഇങ്ങനെ നല്ലൊരു കട്ടിയാണ്, അതുപോലെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അപ്പം നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് വരികയാണ് കേട്ടോ ചെയ്യുക. ഡ്രൈ ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന പോലെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കിന്ന് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് നല്ല ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ഇരുന്നു, നല്ല കട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് അതൊക്കെ പോയിട്ട് ഇങ്ങനെ ചുളിഞ്ഞിട്ട് നല്ല ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, നല്ല ഉറപ്പിലുള്ള ഒരു പീസായിട്ടാണ് കിട്ടുക. നമ്മൾ ഈ ചിരട്ടയുടെ ഒക്കെ പോലെ കിട്ടും, അതുപോലെ ഒരു ഉറപ്പുള്ളതായിട്ടാണ് കിട്ടുക. അപ്പം ഞാനങ്ങനെ അത് ആ ഒരു ചുളിവുകളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ ആക്കിയതിന് ശേഷം ഒന്നിങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇത് ഒരു 5 കട്ടിങ് കൊടുക്കാൻ കേട്ടോ, ഒരു 5 പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്യല്ല, ആ ഒരു നടുക്ക് വരെ ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് 5 കട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 കട്ടിങ് കൊടുത്തതിൻ്റെ ശേഷം 5 എണ്ണം ഓരോ കട്ടിങ് ഞാനിങ്ങനെ ഓരോ പെറ്റൽ പോലെ അങ്ങനെ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ 5 പെറ്റലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നമ്മൾ ഈ ചെറുനാരങ്ങൻ്റെ തൊലി ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അത് ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു സ്കിന്നിന് ഇങ്ങനെ 5 കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഓരോ കട്ടിങ്ങും നമ്മളിങ്ങനെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്നിങ്ങനെ സൈഡിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൊലി പകുതിയാക്കിയ സമയത്ത് തന്നെ ഇങ്ങനെ ഇതുപോലെ ആ ഒരു 5 പെറ്റലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങോട്ട് ചുരുങ്ങിയിട്ട് നമുക്കതങ്ങനെ നിവർത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നിവർത്തുന്ന സമയത്ത് ആ ഒരു പെറ്റലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവുകയാണ്. അത്രക്കും ഇങ്ങനെ നല്ലൊരു ഉറപ്പിൽ ഇങ്ങനെ ചുരുണ്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മളിങ്ങനെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ഞാനൊരു 3 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ക്രിംസൺ റെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രം പെയിൻറ്റ് അടിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ആ ഒരു സൈഡിലും നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, ആ ഒരു പെറ്റൽസിൻ്റെ ആ ഒരു സൈഡില്ലേ, അപ്പോൾ അവിടെയും കൂടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 3 ഫ്ലവേഴ്സ് ഇവിടെ പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളറൊക്കെ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്കിനി നമ്മൾ അതിൻ്റെ ഒരു ബോട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലിങ്ങനെ ഒരു ബ്രൗൺ പേപ്പറില്ലേ, നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊക്കെ ചെയ്യുന്ന ആ ഒരു ബ്രൗൺ കവർ, ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ബോട്ടിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കട്ടിയൊക്കെ ഉണ്ട്, ടിഷ്യൂ പേപ്പറിനേക്കാളും നമുക്ക് ഒരു ലെയർ ഒട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടിയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ആ ഒരു നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കിന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഒരുപാട് ഇങ്ങനെ നീറ്റായിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നതാണ്, വേറൊരു പ്രത്യേക ടൈപ്പ് ഒരു ഷേപ്പും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കുറച്ചൊരു സ്ക്വയർ ഷേപ്പ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചധികം തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ ആ ഒരു ബോട്ടിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടാണ് കേട്ടോ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്, കാരണം ഇത് കുറച്ചൊരു സ്കിന്നിങ്ങനെ ഒരു പൊങ്ങിയും താന്നൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നാണല്ലോ. അപ്പോൾ അത്രയും പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഒട്ടിക്കിട്ടാൻ കുറച്ചൊരു പാടാണ്. നമ്മളിങ്ങനെ ഓരോ പീസും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിങ്ങനെ അടുത്തത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് പിന്നെ ഞാൻ നമ്മളെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും.
നമ്മൾ മുമ്പ് ചിരട്ടൻ്റെ ആ ഒരു ബോട്ടിൽ ചെയ്ത പോലെയാണ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചിങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലൊന്നിങ്ങനെ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗം ഒരു 4 റോ ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അടുത്തടുത്തായിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ ഒരു നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്തത് കറക്റ്റ് സ്ക്വയർ ആയിട്ടൊന്നുമില്ല, പല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെറിയ പീസൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു നെക്കിൻ്റെ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആ ഒരു ബോട്ടിലിൽ നടുക്ക് ഒട്ടിക്കുന്നില്ല കേട്ടോ, മേലെയും താഴെയും മാത്രം ഒട്ടിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പേപ്പറിൻ്റെ മേലെയും അതുപോലെ ആ ഒരു സ്കിന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ഇടാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ 2 മാസം മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്കിന്നൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗം നന്നായിട്ടൊന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മെറ്റാലിക് കോപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റാലിക് കളറിന് പകരം മെറ്റാലിക് കോപ്പറിന് പകരം മെറ്റാലിക് സിൽവർ അതുപോലെ മെറ്റാലിക് ഗോൾഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ബോട്ടിലിൻ്റെ ആ ഒരു മേലെ ഭാഗവും നമ്മളിങ്ങനെ കോപ്പർ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മെറ്റാലിക് പെയിൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ബോട്ടിലിൻ്റെ നമ്മൾ ആ ഒരു സ്കിന്ന് ഒട്ടിച്ചിട്ടുള്ള എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് ആ ഒരു ടച്ച് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കോപ്പർ കളറും ബ്ലാക്കും കൂടെ ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ആൻറ്റിക് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലിലെ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 1-2 ഫ്ലവേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മുസമ്പിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ചേരാത്ത പോലെ തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താഴെ ഇങ്ങനെ ഒരു കമ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ സ്കിന്ന് ഉപയോഗിച്ചിട്ട് നേരത്തെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു 3 ഫ്ലവേഴ്സ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പൂവിൻ്റെ നടുക്ക് ഇങ്ങനെ പൂമ്പൊടി പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പൾപ്പ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഒരു ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു സീഡ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു സീഡ്സ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീഡ്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ സീഡ്സും കൂടെ വെച്ച് കൊടുത്തപ്പോഴാണ് നല്ല ഭംഗിയുള്ളത്. കാരണം എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ആ ഒരു സീഡ്സും കൂടെ വന്ന സമയത്ത് നല്ലൊരു പോപ്പി ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സീഡ്സിനൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഒരു പെയിൻറ്റിലോ വെച്ചിട്ട് ഇങ്ങനെ ഒരു 1-2 പൂമ്പൊടി പോലെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ചൊരു റെഡ് കളർ കൊണ്ട് ആ ഒരു ഫ്ലവേഴ്സ് ഒന്നും കൂടെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുപാട് മുമ്പേ ചെയ്തെടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു കളറിന് ഒത്തിരി ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അങ്ങനെ നമ്മൾ ആ ഒരു റെഡ് കളറും അതുപോലെ യെല്ലോ കളറൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്കിത് കുറച്ച് വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വേസ്റ്റാക്കി കളയുന്ന നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സ്കിന്ന് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സ്കിന്നുകൊണ്ട് നമ്മൾ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്തതും അതുപോലെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ആ ഒരു പൂമ്പൊടി ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സിയ, പൂജ, അലോന, അൽഫിയ, അൽന, അയാന റോസ്, അനുഷ്ക, അൽക്ക, ദുർഗ, ദിയ, വിഷ്ണു, നിവേദ്യ, ഫാത്തിമത്ത് ജൗഹറ, ഹസീജ ഷിബു, എല്ലാവർക്കും ഞാനൊരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.